അപ്പോൾ നമസ്കാരം. നമ്മൾ ഓണക്കാല പച്ചക്കറി കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 30 സെൻറ്റ് സ്ഥലമുണ്ട്. അതിനകത്ത് നമ്മൾ കൃഷി ചെയ്തേക്കുന്ന ഒരു സൈഡ് കുറ്റിപ്പയർ, പിന്നെ അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ കുറച്ച് വള്ളിപ്പയർ, പിന്നെ അതിൻ്റെ തൊട്ടങ്ങാപ്പുറം വഴുതന, അതിൻ്റെ അപ്പുറം വെണ്ട, അതിൻ്റെ അപ്പുറം മുളക്, ഇങ്ങനെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചെണ്ടുമല്ലി. അങ്ങനെയാണ് ഈ 30 സെൻറ്റിൽ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഓണവിപണി ലക്ഷ്യമിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നൊരു കൃഷിയാണ്. നല്ല രീതിയിൽ നല്ല കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമായി കിട്ടി. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വന്ന മഴ നമ്മളെ ചതിച്ചു, ഒരു കുറച്ച് നഷ്ടം വരുത്തിയിട്ടുണ്ട്. അത് ആ മേഖലയിൽ ആ ഒരു 2 ലൈൻ നമുക്ക് ഒരു 10-200 ചോട് പയറും, ഒരു കുറച്ച് കുറ്റിപ്പയർ, അതുപോലെ തന്നെ കുക്കുംബർ എന്ന് പറഞ്ഞാൽ നമ്മളെ സാധാ വെള്ളരി, അത് ഒരു കുറച്ചങ്ങ് കൊണ്ടുപോയി. പ്രകൃതിയല്ലേ, അവൻ്റെ വികൃതി കാണിച്ചു. എന്തോ ഒരു നഷ്ടം നമുക്ക് വന്നു അല്ലേ. നമുക്കൊരു കുറച്ച് പയറല്ലേ പോയുള്ളൂ, സാരമില്ല. അപ്പോൾ ഇത് നമുക്ക് ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് സെറ്റാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ചെണ്ടുമല്ലി മുട്ടിട്ടു, പൂവ് ഒക്കെ ആയി തുടങ്ങി. അതുപോലെ തന്നെ പയറാണെങ്കിലും അത് പൂവിട്ടിട്ടുണ്ട്. നമുക്കൊരു 10-20 ദിവസം കഴിയുമ്പോഴേക്കും ഇത് ശരിയാവും. പിന്നെ വെണ്ടയും വഴുതനയും അല്പം സ്ലോയാണ്, എന്നാലും അത് പൂവിട്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, കൃഷിയല്ലേ. അപ്പോൾ അത് ലക്കാണ്. അപ്പോൾ ആ കാണുന്ന പുഴയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറിയതാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഈ ഭാഗത്തേക്ക് വെള്ളം കയറാറില്ല, പക്ഷേ അടുപ്പിച്ച് പെയ്ത ഈ മഴ നമ്മളെ ചതിച്ചു. അങ്ങനെയാണ് ആ ഭാഗത്തേക്ക് കുറച്ച് വെള്ളം കയറിയത്. കൃഷി എന്ന് പറയുന്നത് എനിക്കൊരു വികാരമാണ്, എനിക്കൊരു സന്തോഷമാണ്. ഈ കൃഷിയിടത്തിൽ വന്ന് നിൽക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇതിൻ്റെ കായ്, പൂവ്, ഇതിൽ നിന്ന് വിള വരുന്നതൊക്കെ ഒന്ന് കാണാനും, ഈ ചെടികളോടൊക്കെ സംസാരിക്കുമ്പോൾ തിരിച്ച് നമ്മളോടൊന്ന് സംസാരിക്കുന്നുണ്ട് ചെടികൾ. സത്യം പറഞ്ഞാൽ അത് നമ്മളിവിടെ വന്ന് ചെടിയുമായിട്ടങ്ങ് ഇണങ്ങി കഴിയുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത്തരത്തിലാണ് കൃഷി. അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് നല്ല പച്ചക്കറി കഴിക്കാൻ പറ്റും. ഓക്കെ, അടിപൊളി. വീണ്ടും കാണാം. ബൈ.